നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. തൻ്റെ അച്ഛനായ ജമദഗ്നിയെ കർത്തവീരാർജുനൻ ഏറ്റവും ക്രൂരമായിട്ട് അകാരണമായിട്ട് ഹിംസിച്ചതിൻ്റെ പ്രതികാരം അദ്ദേഹം ചെയ്തത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ആ പരശുരാമന് അസാധ്യമായിട്ട് യാതൊന്നും തന്നെ ഈ ലോകത്തിലില്ല. ഭീഷ്മൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്താകാൻ? ഇതായിരുന്നു അകൃതവർണൻ്റെ ഉള്ളിലെ ചിന്ത. ഭീഷ്മൻ ഒരിക്കലും വഴങ്ങിയില്ലെങ്കിൽ പരശുരാമൻ ഭീഷ്മനെ ഹിംസിക്കും. അങ്ങനെ തൻ്റെ അസൂയയ്ക്ക് അപ്പോൾ ഒരു ആവിഷ്കാരം നൽകാനാകും എന്ന് അകൃതവർണൻ ധരിച്ചു. പാടില്ലാത്തത് അദ്ദേഹം ചെയ്തു. അത് പരമ്പരയായിട്ട് തുടർന്നു പോകുന്നു. കുരുക്ഷേത്രത്തിലെ പടക്കളത്തിലാണ് അത് അവസാനിക്കുന്നത്. അങ്ങനെ അകൃതവർണൻ്റെ ഉപദേശമനുസരിച്ചിട്ട് അംബ ഈ വരം ചോദിച്ചു. ആ വരമൊന്ന് മാറ്റാൻ മഹർഷിയായിരിക്കുന്ന പരശുരാമൻ ആവശ്യപ്പെട്ടു. കാരണം പറഞ്ഞ് ആവശ്യപ്പെട്ടു. പക്ഷേ അംബ വഴങ്ങിയില്ല. ആ അവസരത്തിൽ അകൃതവർണൻ പരശുരാമനോട് പറയുകയാണ്, അങ്ങ് ആയുധമെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന അവസരത്തിൽ ആ സജ്ജനങ്ങളോട് അങ്ങ് അതേസമയം പറഞ്ഞിരുന്നു, ബ്രഹ്മർഷിമാരെ, അധ്യാത്മ സാക്ഷാത്കാരം നേടിയ ഋഷിവര്യന്മാരെ ആരെങ്കിലും, രാക്ഷസീ ബുദ്ധികളായിട്ടുള്ള ആരെങ്കിലും ഹിംസിക്കാനാഞ്ഞാൽ അപ്പോൾ മാത്രം ഞാൻ ആയുധമെടുക്കുമെന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അത് പരശുരാമൻ അംബയെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഭീഷ്മനെതിരെ ആയുധം എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതെൻ്റെ പ്രതിജ്ഞയ്ക്കെതിരാകും. അകൃതവർണൻ ചിന്തിച്ചു, അങ്ങനെ ഭീഷ്മൻ പടക്കളത്തിൽ വരുമ്പോഴേക്കും പരശുരാമൻ ആയുധമെടുക്കാതെ വന്നാലോ ഈ കാരണത്താൽ? അകൃതവർണൻ ചിന്തിച്ചു, അപ്പോൾ ഇതിനൊരു ഒഴിവ് കഴിവുണ്ട്. അതും ആ അവസരത്തിൽ, പ്രതിജ്ഞയുടെ അവസരത്തിൽ പരശുരാമൻ പറഞ്ഞിരുന്നു, ഒന്ന് ബ്രഹ്മജ്ഞാനികൾക്ക് വേണ്ടി ആയുധം എടുക്കും എന്ന് മാത്രമല്ല വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പരശുരാമനും അംബയും തമ്മിലുള്ളതായ സംഭാഷണം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഈ ഘട്ടത്തിൽ അകൃതവർണൻ ഇടപെട്ടു. അകൃതവർണൻ ഇടപെടാൻ പാടില്ലാത്ത സന്ദർഭമാണ്. എന്നിട്ടും തൻ്റെ ആഗ്രഹം നടത്തിയെടുക്കാനുള്ള വ്യഗ്രതയിൽ അദ്ദേഹം ഇടപെട്ടു. അകൃതവർണൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്, എങ്കിലും അതിൻ്റെ കൂടെ അങ്ങ് വേറെ ചില കാര്യങ്ങൾ കൂടി അന്ന് പറഞ്ഞിരുന്നു. ശരണാഗതാം മഹാബാഹോ കന്യാം ന ത്യക്തുമർഹസി. അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നവളാണ് ഈ കന്യക, ഈ അംബ. ശരണം പ്രാപിച്ചവളെ ഒരു കാരണവശാലും അങ്ങ് ഉപേക്ഷിക്കാൻ പാടില്ല. മഹർഷി, അങ്ങ് പടക്കളത്തിലേക്ക് വെല്ലുവിളിക്കണം, വരുതണം. അങ്ങ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഭീഷ്മനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഭീഷ്മൻ പടക്കളത്തിൽ വരും. അങ്ങനെ വരുന്ന ഭീഷ്മൻ്റെ പ്രതികരണം ഏത് പ്രകാരത്തിലാകാം? അത് രണ്ട് പ്രകാരത്തിലായാലും അത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ വ്രതത്തിൻ്റെ ഈ വാക്കിൻ്റെ ഭഞ്ജനമാവില്ല. നിർജിതോസ്മീതി വാ ബ്രൂയാത് കുര്യാത് വാ വചനം തവ. രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഭീഷ്മൻ ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ അങ്ങയുടെ വാക്കിനെ, അങ്ങയുടെ നിർദ്ദേശത്തെ, അംബയെ സ്വീകരിക്കുക എന്നുള്ള നിർദ്ദേശത്തെ ഭീഷ്മന് കൈക്കൊള്ളാം. എങ്കിൽ പിന്നെ പ്രശ്നമില്ല, അങ്ങയ്ക്ക് ആയുധം എടുക്കേണ്ടി വരില്ല. ഇനി
ഭീഷ്മൻ പറയാണ്, ഞാനിതാ അങ്ങയുടെ മുന്നിൽ തോറ്റുപോയിരിക്കുന്നു, അങ്ങ് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാലും അങ്ങയ്ക്ക് ഭീഷ്മനെതിരെ ആയുധമെടുക്കേണ്ട കാര്യമില്ല. രണ്ടായാലും ശരി, അംബയോട് അങ്ങ് പറഞ്ഞതായ ഈ വാക്ക്, അവളുടെ ദുഃഖത്തെ ദൂരീകരിക്കാമെന്നുള്ള വാക്ക് അപ്പോൾ പാലിതമായി തീരും. ഭീഷ്മൻ തൻ്റെ തോൽവി സമ്മതിച്ചാലും അംബയെ സ്വീകരിക്കേണ്ടി വരും. അല്ലാതെ തന്നെ ആദ്യമേ അംബയെ സ്വീകരിക്കാമെന്ന് സമ്മതിച്ചാലും അംബയുടെ ദുഃഖമില്ലാതായി തീരും. അങ്ങനെ ഇങ്ങനെ രണ്ട് പ്രകാരത്തിൽ സംഭവിക്കാമല്ലോ. അങ്ങനെ വന്നാൽ അങ്ങയുടെ വാക്ക്, ആ പ്രതിജ്ഞ, ആയുധമെടുക്കില്ലെന്നുള്ള പ്രതിജ്ഞ ലംഘിക്കപ്പെടുകയില്ലല്ലോ. ഇനി ഒരുപക്ഷേ ഭീഷ്മൻ ഈ രണ്ട് പ്രകാരത്തിലല്ലാതെ മൂന്നാമതൊരു പ്രകാരത്തിൽ പ്രതികരിച്ചാലോ? ഭീഷ്മൻ പറയാണ്, ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല അംബയെ, ഞാൻ അങ്ങയുടെ മുന്നിൽ തോൽവി സമ്മതിക്കാനും തയ്യാറല്ല എന്ന് പറഞ്ഞാലോ? അങ്ങയ്ക്ക് ഭീഷ്മനോട് ആയുധമെടുക്കാം, ഭീഷ്മനോട് യുദ്ധം ചെയ്യാം. അങ്ങയുടെ പ്രതിജ്ഞ ഒരിക്കലും തടസ്സമാവില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഇതും കൂടി പറഞ്ഞിരുന്നല്ലോ, ശരണാർത്ഥേ പ്രപന്നാനാം ഭീതാനാം ശരണാർത്ഥിനാം ന ശക്ഷ്യാമി പരിത്യാഗം കർത്തും ജീവൻ കഥഞ്ജന. ഇങ്ങനെയും അന്നങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കവേ എൻ്റെ മുന്നിലേക്ക് ആരെങ്കിലും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ടൊരുവൻ പ്രാണസങ്കടപ്പെട്ട് എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ട് ശരണാർത്ഥിയായി ഓടി വരികയാണ്. അങ്ങനെ ശരണം പ്രാപിച്ചയാളിനെ ഞാൻ ജീവനോടുകൂടിയിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാനാകും? ന ശക്ഷ്യാമി പരിത്യാഗം കർത്തും, എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റൂല. അങ്ങനെ വരുമ്പോൾ അവരെ രക്ഷിക്കേണ്ട ചുമതല വന്നു ചേരുമ്പോൾ ഞാൻ അവരെ കൊല്ലാൻ ആരാണോ പുറപ്പെട്ട് വന്നിരിക്കുന്നത് അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ഞാൻ ആയുധമെടുക്കേണ്ടി വരും. ഇപ്പോഴിതാ ഈ അംബ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു. മരണസമാനമായ, ഒരുപക്ഷെ അതിനേക്കാളും ഘോരമായ ഒരു വിപത്താണ് അവളെ പിടികൂടിയിരിക്കുന്നത്. അതിന് കാരണക്കാരൻ ആരാണ് എന്ന് അങ്ങയ്ക്ക് തന്നെ അറിയാമല്ലോ. അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തി നിൽക്കുന്ന അംബ അങ്ങയെ ശരണം പ്രാപിക്കുമ്പോൾ അങ്ങ് നേരത്തെ ആ ബ്രാഹ്മണരോട് പറഞ്ഞ ഈ വ്യവസ്ഥ അനുസരിച്ച് ശരണം പ്രാപിക്കുന്നവരെ എന്നെ ശരണം പ്രാപിക്കുന്നവരെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല എന്നുള്ള വാക്കനുസരിച്ച് അങ്ങയ്ക്ക് ആയുധമെടുക്കാമല്ലോ. അതിന് ഒരിക്കലും പ്രതിജ്ഞാലംഘനം എന്നുള്ളതായ ദോഷം ഭവിക്കില്ലല്ലോ. പോരാത്തതിന് അങ്ങ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടെന്ന്, യശ്ച കൃത്സനം രണേക്ഷത്രം വിജേഷ്യതി സമാഗതം. ആരാണോ ഈ ലോകത്തുള്ള എല്ലാ ക്ഷത്രിയ രാജാക്കന്മാരും ഒരുമിച്ച് കൂടി എതിർക്കുന്ന അവസരത്തിൽ ഒറ്റയ്ക്ക് നിന്ന് അവരോട് യുദ്ധം ചെയ്ത്, എല്ലാവരോടും യുദ്ധം ചെയ്ത് അവരെയെല്ലാം തോൽപ്പിച്ച് സ്വയം വിജയശ്രീലാളിതൻ ആയിത്തീരുന്നത്, അങ്ങനെയുള്ളവനെയും ഞാൻ കണ്ടു കഴിഞ്ഞാൽ എതിർക്കും, അവനെതിരെയും ഞാൻ യുദ്ധം ചെയ്യും, അവനെ ഞാൻ വധിക്കും എന്നങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഹനിഷ്യാമീതി ഭാർഗവ അന്നങ്ങ് പറഞ്ഞു, എല്ലാ ക്ഷത്രിയന്മാരെയും ജയിച്ചവനെ ഞാൻ വധിച്ചിരിക്കും, അവനെ ഈ ഭൂമിയിൽ വച്ചേക്കാൻ എനിക്ക് പറ്റൂല. അപ്പോൾ ആ നിലയിൽ ചിന്തിച്ചാലും ഈ ഭീഷ്മനാകട്ടെ സകല ക്ഷത്രിയന്മാരെയും ജയിച്ചിരിക്കുന്നു. കാശിയിൽ വച്ചിട്ട് അന്ന് സ്വയംവരത്തിന് എല്ലാ ക്ഷത്രിയന്മാരും വന്നതാണ്. അവരെല്ലാം യുദ്ധത്തിന് വെല്ലുവിളിച്ചു ഭീഷ്മൻ. സയേവം വിജയീ രാമ ഭീഷ്മ കുരുകുലോദ്വഹ. കുരുവംശത്തിൽ പിറന്ന് ആ കുരുവംശത്തിൻ്റെ മുഴുവൻ അഭിമാനത്തെയും സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ സൽപ്പേരിനെ നിലനിർത്തുന്ന, അതിൻ്റെ ചുമതല വഹിക്കുന്നവനായ ഈ ഭീഷ്മൻ, അല്ലയോ രാമ, വിജയിയായി കഴിഞ്ഞിരിക്കുന്നു. മറ്റെല്ലാ ക്ഷത്രിയരുടെയും മുന്നിൽ എല്ലാവരെയും ഒരുമിച്ച് തോൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ആ വാക്കനുസരിച്ചിട്ട് ഭീഷ്മനോട് യുദ്ധം ചെയ്യാം, അതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് അങ്ങ് ഈ അവസരത്തിൽ അംബയ്ക്ക് വേണ്ടിയിട്ട് ഭീഷ്മനെ വധിക്കണം എന്നുള്ള അംബയുടെ ആ അഭ്യർത്ഥനയെ
അങ്ങ് സാധിച്ചു കൊടുക്കണം. നോക്കണം, അമ്പയെ ഉപദേശിച്ച് വഴിതെറ്റിച്ചു എന്ന് മാത്രമല്ല, ഭീഷ്മന് എതിരെ യുദ്ധം ചെയ്യാൻ ഭാർഗവരാമനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഭാർഗവരാമൻ അന്ന് ആയുധം ഇനി എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത അവസരത്തിൽ സൽബുദ്ധിയോടുകൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്നെ ആരെങ്കിലും വന്ന് ശരണം പ്രാപിച്ചാൽ എനിക്ക് രക്ഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അതിനുവേണ്ടി ആയുധമെടുക്കും. അത് ഏതെങ്കിലും പ്രതികാരദാഹം തീർക്കാനല്ല, ശരണാഗതരെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള സൽബുദ്ധി കൊണ്ട് മാത്രം. അതേപോലെ തന്നെ ബാക്കി എല്ലാ ക്ഷത്രിയരെയും ഒരാൾ ഒറ്റയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ ഏകാധിപതിയായി മാറും. അവൻ്റെ അക്രമത്തിനു മുന്നിൽ എല്ലാവരും കീഴ്പ്പെടേണ്ടി വരും. അങ്ങനെ രാക്ഷസീഭാവം കൈക്കൊണ്ട് നിൽക്കുന്ന ഒരുവൻ ഈ ഭൂമിയിലുണ്ടായാൽ, എല്ലാവരെയും തോൽപ്പിച്ച് ഏകാധിപതിയായി എല്ലാവരെയും അടിച്ചമർത്തുന്ന ഒരുവനുണ്ടായാൽ, അവൻ്റെ അതിക്രമങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക എന്നുള്ള ചുമതല അത് എനിക്കുണ്ട്, അത് ഞാൻ ചെയ്യും. രണ്ടും ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സജ്ജനരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞ സൽബുദ്ധിയോടുകൂടിയുള്ള വാക്കുകൾ. അതിനെ തന്ത്രപരമായിട്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ കൊണ്ടുവന്ന് യോജിപ്പിച്ച് ഭീഷ്മനെതിരെ യുദ്ധം ചെയ്യിക്കാനുള്ള അകൃതവ്രണൻ്റെ പരിശ്രമം, അത് അകൃതവ്രണൻ്റെ ഉള്ളിലുള്ള ഭീഷ്മനോടുള്ള അസൂയയെ പ്രകടമാക്കുന്നു. സൽബുദ്ധിയെ ഇങ്ങനെ ഒരു ദുഷ്കർമ്മത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നടത്തിവിടാൻ, സൽബുദ്ധിയെ ദുഷ്കർമ്മത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നയിക്കാൻ അകൃതവ്രണൻ ഇവിടെ ഇതാ പരിശ്രമിക്കുന്നു. ആ പരിശ്രമം വിജയം കാണുകയും ചെയ്തു. എന്നിട്ടും പരശുരാമൻ പറയുന്നുണ്ട്, യുദ്ധമല്ല ആദ്യം വേണ്ടത്, ആദ്യം വേണ്ടത് സാമമാണ്. സാമത്തിലൂടെ അമ്പയുടെ ദുഃഖം പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ് അപ്പോഴും അദ്ദേഹം അമ്പയോടും അകൃതവ്രണനോടും ഒക്കെ അവിടെ നിൽക്കുന്ന എല്ലാ തപസ്വികളോടും പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, പരശുരാമൻ പറഞ്ഞു, സ്മരാമ്യഹം പൂർവകൃതാം പ്രതിജ്ഞാം ഋഷിസത്തമ. അല്ലയോ ഋഷികളുടെ കൂട്ടത്തിൽ വച്ചിട്ട് ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ഞാൻ അന്ന് ചെയ്തതായ ആ പ്രതിജ്ഞ ഞാൻ മറന്നുപോയിട്ടില്ല, ഭംഗിയായി ഞാൻ ഓർക്കുന്നു. അതിനനുസരിച്ച് തന്നെ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ തഥൈവ ചരിഷ്യാമി യഥാ സാമ്നൈവ ലപ്സ്യത്തെ. അമ്പയുടെ ഈ ദുഃഖത്തിൻ്റെ ദൂരീകരണം നല്ല വാക്കുകൾ കൊണ്ട് നിർവഹിക്കാനാകുമെങ്കിൽ അതാണല്ലോ ശ്രേയസ്കരം. അതിനാൽ ആദ്യം സാമം തന്നെ ഞാൻ പ്രയോഗിക്കും. നല്ല വാക്കുകൾ കൊണ്ട് ഭീഷ്മൻ്റെ മനസ്സിനെ അനുകൂലമാക്കി തീർക്കുക. അതേപോലെ തന്നെ അഥവാ സാൽവൻ്റെ സമീപത്തേക്ക് പോകാനാണ് അമ്പയ്ക്ക് ഇഷ്ടമെങ്കിൽ സാൽവൻ്റെ മനസ്സിനെ അനുകൂലമാക്കി തീർക്കുക. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിലോ? യദി ഭീഷ്മോ രണശിലാഖി ന കരിഷ്യതി മേ വച. യുദ്ധങ്ങളിലെല്ലാം വളരെയേറെ വിജയം കൈവരിച്ചിട്ട് വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യുവാനുള്ളതായ കൊതി മനസ്സിൽ കൊണ്ടു നടക്കുന്നവനായ ഭീഷ്മൻ ഒരുപക്ഷെ എൻ്റെ ഈ സാമ ഉപദേശത്തെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ ഹനിഷ്യാമി ഏനമുദ്രിക്തം. ഇങ്ങനെ അഹങ്കാരം കൊണ്ട് താൻ ചെയ്യാൻ അരുതാത്ത മണ്ഡലത്തിലേക്ക് നീങ്ങുന്നവനായ ആ ഭീഷ്മനെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും. ഇത് എൻ്റെ ഉറച്ച തീരുമാനമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഇങ്ങനെ ആദ്യം സാമം, കേട്ടില്ലെങ്കിൽ ദണ്ഡം, ഇങ്ങനെ നിശ്ചയിച്ച് അമ്പയെയും കൂട്ടിക്കൊണ്ട് അകൃതവ്രണനെയും കൂട്ടി അവിടെ നിന്നിട്ട് നേരെ ഹസ്തിനാപുരത്തേക്ക് പുറപ്പെടുകയാണ് പരശുരാമൻ.
അഭ്യഗച്ഛത് തതോ രാമ സഹതൈർ ബ്രഹ്മവാദിഭി. വേദമന്ത്രങ്ങൾ ജപിക്കുന്നവരായ അനേകം ഋഷിമാരവിടെ ഉണ്ട്. അവരോടൊപ്പം പരശുരാമൻ നേരെ കുരുക്ഷേത്രത്തിലേക്ക് പോയി. കുരുക്ഷേത്രം മഹാരാജ കന്യയ സഹഭാരത. ആ കന്യകയോടൊപ്പം അംബയോടൊപ്പം കുരുക്ഷേത്രത്തിലേക്ക് പരശുരാമൻ പുറപ്പെട്ടു.